We want to have 3 Bible studies on the theme of what are you seeking? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നുള്ള ആ ചിന്താ വിഷയത്തെ അടിസ്ഥാനമാക്കി ഇന്നും നാളെയും മറ്റന്നാളും 3 ബൈബിൾ സ്റ്റഡികൾ രാവിലെ ഈ സമയത്ത് നമുക്കെടുക്കാം. And we want to base our study on those very familiar words of Jesus in Matthew 6 verse 33. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. ആ വചനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ 3 ദിവസങ്ങളിലും നാം ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാൻ പോകുന്നത്. See, there is a contrast here between what the Gentiles seek or the nations seek and what we should seek. ഈ വാക്യത്തിൽ ജാതികൾ അന്വേഷിക്കുന്നതും ദൈവത്തിന്റെ മക്കളായ നാം അന്വേഷിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസം അടിസ്ഥാനപരമായി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. The mark of a disciple of Jesus is that he is seeking what is written in Matthew 6:33. മത്തായി സുവിശേഷം 6-ന്റെ 33-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്തോ അത് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഒരു ശിഷ്യന്റെ ലക്ഷണം. I have to tell you the truth. നിങ്ങളോട് ഞാൻ സത്യം പറയണമല്ലോ. If you are not seeking the kingdom of God first and his righteousness, you are not a disciple of Jesus Christ. It doesn't matter which church you sit in. നിങ്ങൾ എല്ലാറ്റിനും മുൻപേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുന്നവരല്ലെങ്കിൽ നിങ്ങൾ ഏത് സഭയിലെ അംഗമാണെങ്കിലും നിങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യനല്ല എന്നുള്ളതാണ് ആ സത്യം. You can sit here for 50 years and you're not a disciple of Jesus if you don't seek God's kingdom and his righteousness first in your life. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സഭയിൽ 50 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് സംബന്ധിക്കുവാൻ കഴിയും. പക്ഷേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്വേഷണത്തിന്റെ ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. I don't know about people's inner life. ആളുകളുടെ ആന്തരിക ജീവിതത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. But Jesus said, by their fruit you shall know them. എന്നാൽ കർത്താവ് പറഞ്ഞല്ലോ, ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിന്റെ ഫലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാവുന്നത്. We don't need to see the roots of a tree to know whether it's a mango tree or a coconut tree. ഒരു വൃക്ഷം നാം കാണുമ്പോൾ അത് മാവാണോ തെങ്ങാണോ എന്ന് അറിയാൻ മണ്ണ് തുരന്ന് അതിന്റെ വേര് നാം പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? By their fruit you shall know them. ആ വൃക്ഷങ്ങളിൽ കായ്ക്കുന്ന ഫലം കൊണ്ട് നമുക്ക് അറിയാം അത് മാവാണോ തെങ്ങാണോ. You don't have to do an internal operation to find out whether an animal is a pig or a cat. ഒരു ജന്തു ഒരു പന്നിയാണോ ഒരു പൂച്ചയാണോ എന്നറിയാൻ അതിന്റെ ആന്തരിക അവയവങ്ങള് തുറന്ന് നാം പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? And by the external fruit, I have to say that a number of people in our churches are not disciples of Jesus Christ. ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, പല സഹോദരീസന്മാരുടെയും ജീവിതത്തിൽ നിന്ന് ഉളവാകുന്ന പ്രകടമാകുന്ന ഫലങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ തന്നെ വിവിധ പ്രാദേശിക സഭകളിലുള്ള ഒരു നല്ല പങ്ക് സഹോദരീസന്മാരും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ അല്ല. There are elders who are not disciples of Jesus Christ. മറ്റൊരു കുറച്ചുകൂടെ ഒരുപക്ഷെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം, യേശുവിന്റെ ശിഷ്യരല്ലാത്ത സഭാ മൂപ്പന്മാർ നമുക്കുണ്ട്. You say, how do you make them elders then? അപ്പൊ നിങ്ങൾ എന്നോടൊരു ചോദ്യം ഉടനെ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സഹോദര അവരെ മൂപ്പന്മാരാക്കാൻ സഹോദരൻ എങ്ങനെ ധൈര്യം വന്നു? Because in a class of 6-month-old children, 1-year-old is an elder. അതിന്റെ കാരണം, അതിന്റെ മറുപടി ഇങ്ങനെയാണ്: 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു കൂട്ടത്തിൽ 1 വയസ്സുള്ള ഒരാള് അവരുടെ മൂപ്പനാണ്. അത്രേ ഉള്ളൂ. All of them dirty their pants, including the 1-year-old. അതൊക്കറിയാം. ഈ 1 വയസ്സുള്ള ആളും ആ നേതാവാണെങ്കിലും 6 വയസ്സുള്ള ആളിനെ പോലെ വസ്ത്രത്തില് മൂത്രമൊഴിക്കുകയും വൃത്തിയിടാക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. But we need somebody to lead the 6-month-old, so we put him there. 6 മാസം പ്രായമായ കുഞ്ഞുങ്ങളെ മുൻപോട്ട് നയിക്കാനായിട്ട് അല്പം കൂടെ മുതിർന്ന ആരെങ്കിലും വേണമല്ലോ. അതുകൊണ്ടാണ് ഈ 1 വയസ്സുള്ള ആളിനെ അങ്ങനെയുള്ളത് എൽഡറാക്കുന്നത്, മൂപ്പനാക്കുന്നത്. The sad thing is, many of them don't seem to grow. ദുഃഖകരമായ അധികം ദുഃഖകരമായ കാര്യം, അവരിൽ പലരും മുൻപോട്ട് വളർച്ച പ്രാപിക്കുന്നതേ ഇല്ല. Why is that? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? Because they feel they know better than God. ദൈവത്തെക്കാളും അധികം കാര്യങ്ങൾ അവർക്കറിയാം എന്നൊരു ചിന്ത എങ്ങനെയോ അവരുടെ ഉപബോധ മനസ്സിൽ വരുന്നു എന്നുള്ളത്. Most believers that I have met feel
that the best thing to do in life is seek a little bit of God's kingdom and earthly things at the same time. എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മിക്കവാറും എല്ലാ ക്രിസ്തീയ വിശ്വാസികളും വിശ്വസിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കാര്യം അല്പം, ലോകത്തിന്റെ കാര്യം അല്പം. ഇത് രണ്ടും കൂടെ അന്വേഷിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള കാര്യം. Because they feel if you really seek God's kingdom alone, I'm going to suffer a lot in this world. അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ ഒരു ബോധ്യമുണ്ട് എന്ന് തോന്നിപ്പോകാറുണ്ട്. ദൈവത്തിന്റെ രാജ്യം മാത്രം, അത് മാത്രം അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ഒരുപാട് കഷ്ടവും നഷ്ടവും ഒക്കെ വരും തീർച്ചയാണ്. Jesus said the first commandment is to love God with all your heart. യേശു പറഞ്ഞ വാക്കുകൾ നാം ഓർക്കണം. ഒന്നാമത്തെ കൽപ്പന, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. So if you love God with all your heart, is there any place in your heart for anything else? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ മുഴുവൻ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേതെങ്കിലും സ്നേഹത്തിന് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇടമുണ്ടാകുമോ? There is not even place to love your wife. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയാണല്ലോ ജീവിത പങ്കാളി, ഭാര്യയെ സ്നേഹിക്കാൻ പോലും പിന്നെ ഹൃദയത്തിൽ ഇടം കാണുകയില്ല. But the wonderful thing is, if you love God with all your heart, you'll love your wife much better than if you try to give her a little corner in your heart. എന്നാൽ അത്ഭുതകരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ തന്റെ ഭാര്യയെ നേരത്തെ ഉള്ളതിലും 10 മടങ്ങ് സ്നേഹിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകുന്ന ഹൃദയത്തിന്റെ ഒരു കോണില് ആ ഭാര്യയ്ക്ക് ഒരു ഇടമുണ്ടായി. I love God with all my heart. എന്റെ മുഴുവൻ ഹൃദയത്തോടും ഞാൻ അറിയുന്നിടത്തോളം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. No place in my heart for my wife. എന്റെ ഹൃദയത്തില് എന്റെ ഭാര്യയ്ക്ക് ഒരു ഇടമില്ല. What is the result? അതിന്റെ ഫലം എന്താണ്? I never get angry with my wife 365 days of the year. എന്റെ ഭാര്യയുടെ വർഷത്തിലെ 365 ദിവസവും കോപിക്കാതെ ഇരിക്കുവാൻ എനിക്ക് കഴിയുന്നു. I never raise my voice at her, never get upset with her. അവളോട് ഒച്ചയിടുവാനോ അവളുടെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട് അസ്വസ്ഥനാകാതെ ഇരിക്കുവാനോ എനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഫലം. She is my best friend on earth. ഭൂമിയിലുള്ള എന്റെ ഏറ്റവും അടുത്ത സ്നേഹിത എന്റെ ഭാര്യയാണ്. I'm totally faithful to her. അവളോട് ഞാൻ 100% വിശ്വസ്തനാണ്. Why? എന്തുകൊണ്ട്? Because she has no place in my heart. God has got all my heart. എന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ പോലും ഒരു ഇടം അവൾക്കില്ലാതെ ദൈവത്തിന് എന്റെ ഹൃദയത്തിന്റെ മുഴുവൻ ഇടവും ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. There's no place for money in my heart. എന്റെ ഹൃദയത്തിൽ പണത്തിന് ഒരു കോണിൽ പോലും ഒരു സ്ഥാനമില്ല. I can stand before God and say this. ദൈവത്തിന്റെ മുൻപാകെ എല്ലാം കാണുന്ന കണ്ണുകളുള്ളവന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ ഹൃദയത്തിൽ പണത്തിന് ഒരു സ്ഥാനമില്ല. For 46 years of my life, I have never run after money. എന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ 46 വർഷത്തെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. പണത്തിന്റെ പിന്നാലെ ഒരു ദിവസം പോലും ഞാൻ ഓടിയിട്ടില്ല. When I gave my life to Christ, it was total. ഞാൻ എന്റെ ജീവിതം കർത്താവിനായി കൊടുത്തപ്പോൾ അത് സമ്പൂർണമായ ഒരു അർപ്പണമായിരുന്നു. I've gone through a lot of financial difficulties, especially in the early days of our marriage. ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകൾ വിശേഷിച്ചും ഒത്തിരി സാമ്പത്തികമായ ക്ലേശങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. We've struggled a lot. ഞങ്ങൾ ഒരുപാട് ഈ വിഷയത്തിൽ ഞങ്ങളെ ബുദ്ധിമുട്ടാനിടയായി. But in my entire life, I've never been in debt, never borrowed money from people. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇന്നുവരെയും ഞാൻ കടക്കാരനായിരുന്നിട്ടില്ല. ആരിൽ നിന്നും പണം കടം വാങ്ങുവാൻ എനിക്കിടയായിട്ടില്ല. I never bought anything on credit. പിന്നീട് കൊടുത്തു തീർക്കാവുന്ന നിലയിൽ കടമായിട്ട് ഞാൻ ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ല. I didn't have money, I didn't buy it. എനിക്ക് പണമില്ലെന്ന് വരികിൽ ഞാൻ ഒരു വസ്തു വാങ്ങിക്കത്തില്ല, അത്രേ ഉള്ളൂ. I believed that God would give me at the right time what I needed. എന്റെ ആവശ്യം എന്താണെന്നുള്ളത് തക്ക സമയത്ത് കർത്താവ് നൽകും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. I never cheated anyone. ഞാൻ ആരെയും പണസംബന്ധമായ കാര്യത്തിൽ ഇതുവരെ ചതിച്ചിട്ടില്ല. I've sought God's kingdom and found exactly like it says here, the other things have been added to me. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഈ വചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ രാജ്യം ഞാൻ മുഴുവൻ ഹൃദയം വെച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അതോടുകൂടി ഇതൊക്കെയും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കും അതൊക്കെയും കർത്താവ് എനിക്ക് കൂട്ടിച്ചേർത്ത് തന്നു. I'm not saying that to boast because I've got nothing to boast about. അത് ഒരു സ്വയം പ്രശംസയായിട്ടല്ല സഹോദരന്മാരെ ഞാൻ പറയുന്നത്. കാരണം എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. I've made a lot of mistakes in my life. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. I've repented of them. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അനുഭവിച്ചു. I've learned lessons from them. അതിൽ നിന്നൊക്കെ വിലപ്പെട്ട പാഠങ്ങളും എനിക്ക് പഠിക്കുവാൻ I want to കഴിയും. testify that this word is true. ഈ വചനം
മത്തായി 6:33 100% സത്യമാണെന്ന് ഞാൻ സാക്ഷിക്കട്ടെ. Verse 32 it says there are things the Gentiles eagerly seek after. 32-ാം വാക്യത്തിൽ, തൊട്ട് മുമ്പിലുള്ള വാക്യത്തിൽ നാം കാണുന്ന പോലെ ജാതികൾ അത്യധികം ജാഗ്രതയോടെ അന്വേഷിക്കുന്ന കാര്യങ്ങളുണ്ട്. You and I know what the people in the world seek after. ലോകത്തിലുള്ള ആളുകൾ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും അറിയാം. Money, പണം, position, സ്ഥാനമാനങ്ങൾ, power, ശക്തി, അധികാരം, pleasures, ജീവിതത്തിന്റെ സുഖഭോഗങ്ങൾ, seeking to hurt others, മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കുവാൻ പ്രതികാരം ചെയ്യുവാനുള്ള വാഞ്ച, laziness, അലസത, many things like that. അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളുമാണ് ജാതികൾ അന്വേഷിക്കുന്നത്. When you seek after those things, നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ you're like the Gentiles. നിങ്ങളും ജാതികളെ പോലെ തന്നെയാണ്. We are to be different. നാം വ്യത്യസ്തരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. My way of life must be different. എന്റെ ജീവിത രീതി തികച്ചും വ്യത്യസ്തമായിരിക്കണം. And the people who know you best are your children who live at home. നിങ്ങളോട് ഒരുമിച്ച് താമസിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങളെ ഏറ്റവും അധികം നന്നായി അറിയുന്നവർ. I'll tell you honestly. ഞാൻ സത്യമായി ആത്മാർത്ഥമായി നിങ്ങളോട് പറയട്ടെ, I want to know what my children think of me more than anybody, any other human being on earth. ഭൂമിയിലുള്ള മറ്റേത് വ്യക്തി എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ അധികം എന്റെ മക്കൾ, എന്റെ സ്വന്തം മക്കൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് അറിയാനാണ് എനിക്ക് താല്പര്യം. Because they know me better, having lived in my home, better than any human being. എന്നോട് ഒരുമിച്ച് വർഷങ്ങൾ എന്റെ വീട്ടിൽ താമസിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്കാണ് ഭൂമിയിലുള്ള മറ്റാരേക്കാളും അധികം എന്നെ അടുത്തറിയാവുന്നത് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. What do your children think about you and your way of life? ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരായ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അന്വേഷണം, ജീവിതത്തെ കുറിച്ച് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഭിപ്രായം എന്താണ്? And your children honestly say to you, Dad, I know you seek God's kingdom first. നിങ്ങളുടെ തിരിച്ചറിവായ മക്കൾക്ക് നിങ്ങളോട്, പിതാക്കന്മാരായ നിങ്ങളോട് പറയാൻ കഴിയുമോ, അപ്പ എനിക്കറിയാം നീ ദൈവത്തിന്റെ രാജ്യമാണ് അന്വേഷിക്കുന്നത്. And they say to you, Mommy, I believe you're seeking God's kingdom first. അമ്മേ, എനിക്കറിയാം നീ കർത്താവിന്റെ രാജ്യമാണ് ഹൃദയം കൊണ്ട് ഏറ്റവും അധികം അന്വേഷിക്കുന്നത്. A lot of children will say that to other people. My dad and mom seek God's kingdom because they don't want to let down their parents. That's another thing. മറ്റൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, പല കുഞ്ഞുങ്ങളും, നമ്മുടെ പല കുഞ്ഞുങ്ങളും മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മെ കുറിച്ച് നല്ല അഭിപ്രായം പറയും, അവർ ദൈവരാജ്യമാണ് അന്വേഷിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്താൻ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. You ask them what they really think. എന്നാൽ നിങ്ങൾ അവരോട്, നിങ്ങളുടെ മക്കളോട് ചോദിക്കുക, നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ അന്വേഷണത്തെ കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്. And don't scare them to telling a lie. എന്നാൽ ചോദിക്കുമ്പോൾ ശാന്തമായി സ്നേഹത്തോടെ ചോദിക്കണം. ഒരു കള്ളം പറയാൻ തക്കവണ്ണം അവരെ പേടിപ്പിച്ച് ചോദിക്കല്ലേ. You may get an honest answer. അങ്ങനെ നിങ്ങൾ ഹൃദയം തുറന്ന് അവരുടെ അഭിപ്രായം പറയാൻ നിങ്ങൾ അവസരം കൊടുത്താൽ നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു മറുപടി നിങ്ങളെ കുറിച്ച് കിട്ടും. And if you haven't frightened your wife, ask her to give you an answer too. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ പേടിപ്പിച്ച് നിർത്തിയിട്ടുള്ള ആളല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളെ കുറിച്ച് സത്യസന്ധമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകുവാൻ കഴിയും. There's a lot of hypocrisy in the church. സഭയിൽ ഒരുപാട് കാപട്യമുണ്ട് എന്ന് ഞാൻ ദുഃഖത്തോടെ പറയട്ടെ. I'm not afraid to say what I say just now in the presence of my family members.